ജില്ലയിൽ മിന്നൽ ചുഴലി. ചാമക്കാലയിലും ഗുരുവായൂരിലും എളവള്ളി മണ്ണാൻപാറയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ഉല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിലെ വ്യാപാരികളോട് കോർപ്പറേഷൻ അധികൃതർക്ക് അവഗണനയെന്ന് പരാതി. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനയൂർ ഒറ്റത്തെങ്ങ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മേഖലയിൽ ഗതാഗത നിയന്ത്രണം. എതിരപ്പള്ളി തുമ്പൂർ മൊഴിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് മറിഞ്ഞു. മുള്ളൂർക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ മിന്നൽ ചുഴലി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എരുകുളം ബസാർ മുതൽ തൈക്കാട് വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ് ചുഴലി ആഞ്ഞുവീശിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് നാടിനെ വിറപ്പിച്ച് ചുഴലി വീശിയടിച്ചത്. ചുഴലി കടന്നുപോയ സ്ഥലങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം പിഴുതെറിഞ്ഞു. മരം വീണ് 20ഓളം വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരക്കൊമ്പുകളും ഷീറ്റുകളും കാറ്റിൽ മീറ്ററുകളോളം ദൂരത്താണ് ചെന്നു പതിച്ചത്. ചാണാശ്ശേരി വാസുവിന്റെ വീട്ടിലെ തൊഴുത്ത് നിലംപൊത്തി. മതിൽ തകർന്നു. തരകൻ ജെയ്സൺ, കരകെട്ടി ഷാമില, വലിയകത്ത് ഹംസ എന്നിവരുടെ വീട്ടുമതിലുകൾ തകർന്നു. ചാണാശ്ശേരി മോഹനന്റെ ശുചിമുറി നിലംപൊത്തി. കുഴിക്കാടത്ത് ഷീജിയുടെ വീട്ടിലെ വിറകുപുര തകർന്നു. കൃഷ്ണപ്രിയ അപ്പാർട്ട്മെന്റിലെ ട്രസ് തകർന്നു വീണു. കരുമത്തിൽ മുരളി, തെക്കേച്ചിറ ശശി, മുളങ്കൂടത്ത് ഉണ്ണി, പയ്യപ്പാട്ട് ജയൻ, പല്ലത്ത് സുരേഷ്, പാറാന്തൊടിയിൽ നാരായണൻ, രാമനത്ത് ജബ്ബാർ, രാമനത്ത് ഷെരീഫ, മൂക്കത്തയിൽ അൻസാർ, കാണങ്കോട്ട് പ്രസന്ന എന്നിവരുടെ വീടുകളിലെ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇരുട്ടിലായി. പകൽ സമയത്തായതിനാൽ ആളപായം ഉണ്ടായില്ല. റോഡുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. നഗരസഭ ആരോഗ്യ വിഭാഗവും RRT വളണ്ടിയർമാരും KCB ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. TC വിനോസ്, ഗുരുവായൂർ. ചന്ദ്രാപിനി ചാമക്കാലയിൽ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 2 വീടുകൾ ഭാഗികമായി തകർന്നു. ചാമക്കാലയിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റിൽ പരക്കെ നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പി പൊട്ടി. ചാമക്കാല പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. എടവഴിപ്പുറത്ത് വീട്ടിൽ മുത്തുവിന്റെ ഓടിട്ട വീടിന് മുകളിലാണ് മരം വീണത്. പള്ളത്ത് വീട്ടിൽ വിജയന്റെ ഓടുമെഞ്ഞ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി തകർന്നു. എറിക്കാട്ട് ഹരിയുടെ വീടിന് മുകളിലും തെങ്ങ് വീണു. സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പനക്കൽ ബാലകൃഷ്ണന്റെ മകൻ ഗിരിനാഥിന്റെ കാറിന് മുകളിൽ മരം വീണു. വീടിന് മുന്നിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് തകർന്നു. പ്ലാവ് വീണ് പുറക്കുളം നാസറിന്റെ വീട്ടുപറമ്പിലെ ഷീറ്റ് മേഞ്ഞ ഷെഡും ഇലഞ്ഞിമരം ഒടിഞ്ഞു വീണ് കാളത്തേടത്ത് ഗോപിയുടെ ആട്ടിൻകൂടിനും കേടുപാടുകൾ സംഭവിച്ചു. എളവള്ളി, പറക്കാട്, മണ്ണാൻപാറ മേഖലകളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. തച്ചംകുളം വാസു, പുല്ലാനിപ്പറമ്പിൽ രമേശൻ, കൂട്ടാലിക്കൽ ദ്രൗപദി, പറങ്ങനാട്ട് ലോഹിതാക്ഷൻ, കുന്നത്തുള്ളി സഹദേവൻ, വട്ടംപറമ്പിൽ ശ്രീനിവാസൻ തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ജാതിമരങ്ങളും വാഴയും തേക്കും പ്ലാവും മാവും ഒടിഞ്ഞു വീണു. കൂട്ടാലിക്കൽ ദാമോദരന്റെ വീടിന് മുകളിലെ ഷീറ്റ് പറന്നുപോയി. പറങ്ങനാട്ട് സുരേഷിന്റെ ചുറ്റുമതിൽ കനത്ത മഴയിൽ തകർന്നു വീണു. വൈദ്യുതി ലൈൻ പൊട്ടിയതിനാൽ പല ഭാഗങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു. ചാലക്കുടി വിയാർപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരവും വൈദ്യുതി കമ്പി പൊട്ടി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന വിയാർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിൽ ഇറക്കാനായി ഓട്ടോ നിർത്തിയ ഉടനെയാണ് മരം, വൈദ്യുതി ലൈൻ അടക്കം ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണത്. മരത്തോടൊപ്പം വൈദ്യുതി കമ്പികൾ താഴേക്ക് വീണുവെങ്കിലും ലൈൻ ഓഫായിരുന്നില്ല.
വളരെ പ്രയാസപ്പെട്ടാണ് വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികളെ വീട്ടിലേക്ക് കടത്തിവിട്ടത്. ഡ്രൈവർ പുറത്തിറങ്ങി വാർഡ് കൌൺസിലർ ഷിബു വാലപ്പനെ അറിയിച്ചതിനെ തുടർന്ന് KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്ത് മരം വെട്ടിമാറ്റി. തലക്കോട്ടുകര ഞാലിക്കരയിൽ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂരിന് പുറമെ എറണാകുളം, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് മഴ ശക്തമാകാൻ കാരണം. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഉല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിലെ വ്യാപാരികളോട് അവഗണനയെന്ന് പരാതി. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്ന് എപ്പോൾ വേണമെങ്കിലും ആളുകളുടെ തലയിൽ പതിക്കാവുന്ന നിലയിലാണ്. കെട്ടിടത്തിൽ 20 സ്ഥാപനങ്ങളായി 40 ജീവനക്കാരാണ് ഉള്ളത്. അതിൽ 20 പേരും സ്ത്രീകളാണ്. കെട്ടിടത്തിന്റെ ടെറസ് ഭാഗം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറി. കെട്ടിടം വ്യാപാരികൾക്ക് തുറന്നു കൊടുത്തിട്ട് 24 വർഷം കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്ന് കെട്ടിടത്തിലെ വ്യാപാരികളും ജീവനക്കാരും പറയുന്നു. കെട്ടിടത്തിന്റെ മെയിൻ്റനൻസ് തീർക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു ക്ഷേമ പ്രവർത്തനത്തിനോ അറ്റ് ലാസ്റ്റ് ബാത്റൂം പോലും ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇതിനൊന്നും യാതൊരു സാഹചര്യമില്ല. അതിനുശേഷം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും നടത്തിയിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വാടക അടയ്ക്കാനായിട്ട് ഒല്ലൂർ പറ്റില്ല, തൃശ്ശൂർ പോയി നിൽക്കണം. അത് കാലത്ത് പോയാൽ വൈകുന്നേരം ആകുമ്പോൾ വരുമോ. അപ്പോൾ എല്ലാ നിലയ്ക്കും ഞങ്ങൾക്ക് ഒരു അവഗണന മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേൽക്കൂരയിലെ തകർന്ന ഷീറ്റ് മാറ്റുവാനോ പെയിന്റിംഗ് നടത്താനോ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കെട്ടിടത്തിന് ബലക്ഷയവും സംഭവിച്ചു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും കെട്ടിടം തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും ജീവനക്കാരും. പലതവണ കോർപ്പറേഷൻ അധികൃതർക്ക് വ്യാപാരികൾ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനയൂർ ഒറ്റത്തങ്ങ് മാവേലി റോഡിൽ കാഞ്ഞിരപ്പറമ്പിൽ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുൻപാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി റോഡിന്റെ ഒരു ഭാഗമാണ് നിലവിലെ റോഡ് പൊളിച്ച് മണ്ണ് മാറ്റി കോൺക്രീറ്റ് ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഊരകം സെന്ററിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചേർപ്പിലെത്തി പെരുമ്പള്ളിശ്ശേരി വഴിയും, തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള റോഡ് മാർഗവും, ഒല്ലൂർ ആനക്കല്ല് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരുവുള്ളക്കാവ് കിഴക്കേനട വഴി കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലേക്ക് കയറിയും പോകേണ്ടതാണ്. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലടിച്ച് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസം തുമ്പൂർമൊഴി 10-6 സംഭവം. അതിരപ്പള്ളിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. കാർ യാത്രികനായ ഷൊർണൂർ സ്വദേശിക്ക് നിസ്സാര പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിൽ വൈദ്യുതി തൂൺ പൂർണ്ണമായും ഒടിഞ്ഞു. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിനെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്.
കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നാട്ടുകാർക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. ഇപ്പൊ നമുക്കിവിടെ കാലങ്ങളായിട്ട് ഈ റോഡ് കുണ്ടും കുഴിയും ആകെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ മഴക്കാലമായ കാരണം നമ്മുടെ വീടിവിടെ തൊട്ടടുത്താണ്. വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ ശല്യവും ഇനിയിപ്പോ ഈ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോണവരായാലും സ്കൂൾ കുട്ടികളായാലും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ കുഴിയിലൊക്കെ വീണിട്ട് നിറയെ പേര് ഇപ്പൊ കുറെ പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടുകാർ കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ നിൽക്കുന്നത്. കുണ്ടും കുഴിയായിട്ട് കുറെ പേര് ഓട്ടോറിക്ഷയിൽ പോകുമ്പോ ഇതേപോലെ കുറെ പേര് വീണുണ്ട്. ഞങ്ങളെ അടുത്തുള്ളതാണ്, തൊട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങളാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ആൾക്കാരനെ പറഞ്ഞയക്കണത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണതൊക്കെ. അപ്പൊ ഭയങ്കര കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയ കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കുഴികളിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ വാടകയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഒരു ഓട്ടം വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല. വണ്ടി കുണ്ടുകളെല്ലാം ചാടിയിട്ട് വണ്ടിയുടെ എച്ചില് മുറിയ, യാത്രക്കാർ വീഴ, എന്നും ബൈക്കാരോട് താങ്ങിക്കൊണ്ടാണ് നേരുള്ളൂ. ഈ റോഡ് 2 കൊല്ലമായി ഇവിടെ ഈ കടകോട് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ഓടിക്കിട്ടുന്ന പൈസ നമുക്ക് വർഷാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരുടെ ദേഹത്തേക്കും വസ്ത്രങ്ങളിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TC വിനോസ്, എരുമപ്പെട്ടി. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിലെ കുഴികൾ അടച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കുഴിയുടെ അടയ്ക്കൽ സമരം കടവലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ PV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്താടം അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MH നൌഷാദ്, ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുന്നീസ ഷറഫു, രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര ശ്രീ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ശനിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. മുന്നിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തുവെങ്കിലും ഭണ്ഡാരങ്ങൾക്കുള്ളിൽ ലോക്ക് സിസ്റ്റം ഉള്ളതിനാൽ തുറക്കാനായിട്ടില്ല. ക്യാഷ് കൗണ്ടറിലെ മേശ തുറന്ന് പരിശോധിച്ചുവെങ്കിലും ഒന്നും എടുത്തിട്ടില്ല. തെളിവുകൾ ലഭിക്കാതിരിക്കാൻ മോഷ്ടാവ് വാതിൽപ്പടിയിലും ക്ഷേത്രത്തിനകലെയുള്ള ശുചിമുറിക്ക് സമീപവും മുളകുപൊടി വിതറിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓടുകളും ഇളക്കി മാറ്റിയ നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മേനോൻ ബസാർ വിളക്കുപറമ്പിൽ സമീറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രസ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയോട് പ്രണയം നടിച്ച് ഇയാൾ പലപ്പോഴായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. SI K സാലിം, ഗ്രേഡ് ASI മിനി, CPOമാരായ ഗിരീഷ്, വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പെരിഞ്ഞാത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പേളയ്ക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിലിരുന്ന നളിനിയുടെ സാരി ബൈക്കിൽ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ വാക്ക് തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. ചാപ്പാറ കൊളപ്പറമ്പിൽ വേണുവിനാണ് കുത്തേറ്റത്. ചാപ്പാറ ITC ജംഗ്ഷന് സമീപത്തായിരുന്നു സംഭവം. വേണുവും നാട്ടുകാരനായ സതീശനും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൈക്ക് പരിക്കേറ്റ വേണുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ സഹോദരനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ സ്വദേശി സുനിയാണ് പിടിയിലായത്. മുൻ വൈരാഗ്യം വെച്ച് പഴുവിൽ വെസ്റ്റ് SN റോഡിൽ താമസിക്കുന്ന സഹോദരൻ കാരയിൽ വീട്ടിൽ സുധീറിനെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. സ്വത്ത് ഭാഗം വയ്ക്കുന്നത് സംബന്ധിച്ച് മുൻ വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുവൈറ്റിലായിരുന്ന സുനി 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുത്തേറ്റ് സുധീർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്തിക്കാട് SHO ഇൻചാർജ് കൊച്ചുമോൻ ജേക്കബ്, ഗ്രേഡ് SIമാരായ അരുൺകുമാർ, ഷാബു, ചഞ്ചൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിൽ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിന് പുറകിൽ ഹിപ്നോട്ടിസം അല്ലെന്ന് വിദഗ്ധ നിരീക്ഷണം.
4 വിദ്യാർത്ഥികൾ അബോധാവസ്ഥയിലായത് കരോട്ടിഡ് കംപ്രഷൻ എന്ന പ്രക്രിയയിലൂടെയാണ്. ചോക്കിംഗ് ഗെയിം, സ്പേസ് മങ്കി ഗെയിം, പാസ് ഔട്ട് തുടങ്ങിയ പേരിലറിയപ്പെടുന്ന ഈ പ്രക്രിയ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യാപകമാണ്. അപകടകരമായ ഈ വിനോദം പലപ്പോഴും മരണത്തിന് വരെ കാരണമായിട്ടുണ്ട്. കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മനഃപൂർവ്വം നിയന്ത്രിക്കുന്നതാണ് ഈ ഗെയിം. ഇതുവഴി ഗെയിം കളിക്കുന്നവർ മിനിറ്റുകളോളം അബോധാവസ്ഥയിലാകും. ശ്വാസമുട്ടൽ ഗെയിം എന്നും അറിയപ്പെടുന്ന ഈ വിനോദം ബോധക്ഷയം, മസ്തിഷ്കക്ഷതം എന്നിവയിലേക്കും നയിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശരിക്കും കുട്ടികൾ പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം അല്ല, ചോക്കിംഗ് ഗെയിം അല്ലെങ്കിൽ ഫെയിൻറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. തലച്ചോറിലേക്ക് രക്തപ്രവാഹം അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രവാഹം കട്ട് ചെയ്യുക, അതിന് കരോട്ടിഡ് ആർട്ടറിയിൽ ഒരു പ്രസ് കൊടുത്തിട്ട് രക്തപ്രവാഹം കുറയ്ക്കുക. കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ഉന്മാദാവസ്ഥ, അതായത് ഒരു ഡ്രഗ്, കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. പല രാജ്യങ്ങളും ഈ ഗെയിം നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളിലും ചെറുപ്പക്കാരിലും ഇത് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ച വീഡിയോ കണ്ടാണ് ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ചത്. ടിക്ടോക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഈ അപകടകരമായ വിനോദം വ്യാപകമായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗം പോലെ ഇത്തരം വിനോദങ്ങൾ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. യുവാവിനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻപെടിക പള്ളത്ത് വീട്ടിൽ വിനീതിനെയാണ് പാവറട്ടി SI പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന വിനീത് ഒപ്പമുണ്ടായിരുന്ന ഇടത്തിരിഞ്ഞി കൊല്ലാറ വീട്ടിൽ അനിൽകുമാറിനെ അന്നകര കള്ളുഷാപ്പിന് സമീപം ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. 4 മാസമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിനീതിനെ തലശ്ശേരിയിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. മാസങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന കടവല്ലൂർ ചേലക്കുളത്തിന് സമീപത്തെ MCFലെ താൽക്കാലിക മാലിന്യ സംഭരണ കേന്ദ്രവും പരിസരവും ഹരിതസേനാംഗങ്ങൾ വൃത്തിയാക്കി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടതാണ് മാലിന്യം നീക്കാൻ കാലതാമസം വന്നതെന്ന് അധികൃതർ പറഞ്ഞു. പൂട്ട് അറുത്തുമാറ്റിയാണ് ഹരിതകർമ്മസേന ചാക്കുകളിലായി സൂക്ഷിച്ച മാലിന്യം നീക്കിയത്. പ്രധാന കേന്ദ്രത്തിലേക്ക് മാറ്റും വരെ മിനി MCFലാണ് മാലിന്യങ്ങൾ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത്. കാട്ടാക്കമ്പാൽ പഞ്ചായത്തിലെ നിർത്തിവെച്ച KSRTC സർവീസ് പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, പൊന്നാനി കുന്നംകുളം ഓർഡിനറി ബസ്, ചുരക്കൽ എറണാകുളം ഫാസ്റ്റ് ബസ്സുകളാണ് കാട്ടാക്കമ്പാൽ പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരുന്നത്. പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലം പണിതതോടെയാണ് പൊന്നാനി കുന്നംകുളം ബസ് സർവീസ് ആരംഭിച്ചിരുന്നത്. 1982 സർവീസ് ആരംഭിച്ച പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അടുത്ത കാലം വരെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. ദിവസവും 4 തവണ സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് നിർത്തിവെച്ചതോടെ ഈ റൂട്ടുകളിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. ബസ് സർവീസ് നിലച്ചതോടെ പുലർച്ചെയും അർദ്ധരാത്രിയും കുന്നംകുളം ഭാഗത്തുനിന്ന് പഴഞ്ഞി, ചുരക്കൽ, പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ബസ്സുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കുവാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫിക്കും ചിത്രകലയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാമ്യൂസിയമാണ് കൊടകരയിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിലെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹ മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. ലോകത്തിലെ വിവിധ കലാകാരന്മാർ അത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അവരുടെ കലയെ പലതരത്തിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത്തരം കലാകാരന്മാർ നമ്മുടെ പരമ്പരാഗത കലാകാരന്മാർ മുതൽ അന്താരാഷ്ട്ര ആധുനിക കലാകാരന്മാർ വരെയുള്ള എല്ലാവരെയും ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന വികാരം എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ കലകളും
മറ്റ് കരകൗശല സാധനങ്ങളും ടെക്സ്റ്റൈലും എല്ലാം അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ, അതെല്ലാം സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാവാവുന്ന രീതിയിൽ, എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ കൊടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങാൻ പോകുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തെ അധിഷ്ഠിതമായി സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയിനികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷ്മാൻ, വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാകും. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മ്യൂസിയം കാണാനാകും. TC വിനോസ്, കൊടകര. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ, ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സമൂഹ മാമോദീസയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ചടങ്ങുകൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, കൈക്കാരന്മാരായ TJ സന്തോഷ്, KJ പോൾ, CM ബാബു, ജോഫി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി രചിച്ച പ്രക്രിയ സർവസ്വം എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ P നാരായണൻ നമ്പൂതിരി ഗ്രന്ഥം ഏറ്റുവാങ്ങി. പ്രൊഫസർമാരായ EM രാജൻ, KK ഹർഷകുമാർ, ER നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 3 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. പല ഭാഗം സൂക്ഷ്മമായിട്ട് പ്രക്രിയാസർസ്വം പഠിക്കുമ്പോൾ ഇതൊക്കെ കണ്ടെടുക്കാൻ സന്തോഷമാവുക എന്നറിയില്ല എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകം. എരവിമംഗലം പടിഞ്ഞാട്ടുമുറി സുബ്രഹ്മണ്യ കാവടി സമാജം സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. സമാജം പ്രസിഡന്റ് പ്രവീൺ പട്ടത്താട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KS സുമേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രിൻസ് ഈപ്പൻ, അമൽ കൃഷ്ണ, കൃഷ്ണകുമാർ, പ്രവീൺ കുമാർ, നവീൻ പട്ടത്താട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി അളകപ്പനഗർ ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് VR രാജൻ അധ്യക്ഷത വഹിച്ചു. BKMU ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK കരുണാകരൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK അനീഷ്, മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ PC സാജു, അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം സൗഹാർദ്ദയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സൗഹാർദ്ദ പ്രസിഡന്റ് ലാസർ പേരകം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ 39-40 വാർഡുകളിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് അനുമോദിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ആനന്ദൻ, കൺവീനർ PV ഫൈസൽ, സെക്രട്ടറി സാബു ചുവല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ IBM വാട്സോൺ X ചാലഞ്ചിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥി ടീം ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. സംസ്ഥാനത്തെ 70 കോളേജ് ടീമുകൾ പങ്കെടുത്ത ചാലഞ്ചിൽ ടീം അവതരിപ്പിച്ചത് സോൾസിംഗ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി ഉൽപ്പന്നമാണ്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ അദ്വൈത് ജയശങ്കർ, ജോയൽ ജെയ്സൺ, റോബിൻ ഫ്രാൻസിസ്, KJ വിവേക് എന്നിവരാണ് ഈ പുത്തൻ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത്. 2000-ലധികം പേർ പങ്കെടുത്ത കോൺക്ലേവ് പ്രദർശനത്തിൽ ഉൽപ്പന്നം പ്രദർശിപ്പിച്ചു. പുതുക്കാട് കൃഷിയിടത്തിൽ വിളഞ്ഞത് 56 കിലോ തൂക്കം വരുന്ന ഭീമൻ കപ്പ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കപ്പകൃഷി നടത്തുന്ന കല്ലൂർ ഭരത സ്വദേശി കുഴിക്കണ്ടത്തിൽ ജോർജിനാണ്
ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത്. 4 പേർ ചേർന്നാണ് ഈ വലിയ കപ്പ പുറത്തെടുത്തത്. കല്ലൂർ ആലയങ്ങാടുള്ള സ്വാശ്രയ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച കപ്പ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണെന്ന് ജോർജ് പറയുന്നു. ഇത് യാതൊരുവിധ വളവും ചെയ്യാത്ത പുള്ളിയാണ്. ഇത് ഒരു പറമ്പിൽ റബ്ബർ റീപ്ലാന്റ് ചെയ്യാനായിട്ട് മണ്ണിളക്കിയിട്ട് ഹിറ്റാച്ചി കൊണ്ട് മണ്ണിളക്കിയിട്ട് വെച്ച പുള്ളിയാണ്. ഇത് ഒരു കട വലിക്കേണ്ട സമയം കഴിഞ്ഞാണ് ഇത് വലിച്ചിട്ടുള്ളത്. ഒരു കട കൊള്ളി ഇത് വലിച്ച് ഞങ്ങൾ തൂക്കം നോക്കിയപ്പോൾ ഇത് 56 കിലോ ഉണ്ട് ഒരു കട കൊള്ളി. കണ്ണമ്പത്തൂർ ആട്ടോക്കാരൻ ജോർജിന്റെ 2 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി നടത്തിയത്. യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ല. പറമ്പിലെ മുറിച്ചുമാറ്റിയ റബ്ബർ കുഴികളിലാണ് കപ്പ കൃഷി നടത്തിയത്. 35 കിലോയിലധികമാണ് ഒറ്റക്കടയിലുള്ള കപ്പകളുടെ വിളവ്. വാങ്ങാൻ ആളില്ലാത്തതുമൂലം 1.5 ടണ്ണിലേറെ കപ്പ തോട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. വിപണിയിൽ കിലോയ്ക്ക് 30 രൂപയോളം വിലയുള്ള കപ്പ ആവശ്യക്കാർക്ക് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് ജോർജ് പറയുന്നു. 30,000 രൂപയോളം ചിലവഴിച്ചാണ് കപ്പ കൃഷി നടത്തിയതെങ്കിലും വാങ്ങാൻ ആളില്ലാത്തതുമൂലം കൃഷി നഷ്ടത്തിലായതായും ജോർജ് പറഞ്ഞു. TC വിനോസ്, പുതുക്കാട്. അളകപ്പനഗർ ചുക്കരിക്കുന്നിൽ 25ഓളം പേർ BJPയിൽ ചേർന്നു. ചുക്കരിക്കുന്നിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചവരാണ് BJPയിൽ ചേർന്നത്. BJP ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. യോഗത്തിൽ ബാബു കാളക്കല്ല് അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ആമ്പലൂർ, പ്രജോഷ് കീളാത്ത്, ഉണ്ണികൃഷ്ണൻ പയ്യാക്കര, മനോജ് പാലക്കുന്ന് എന്നിവർ സംസാരിച്ചു. ഇളങ്ങല്ലൂർ രാമൻ നമ്പൂതിരി ശ്രീദേവി അന്തർജനം എൻഡോവ്മെന്റ് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടന്നു. ചിറ്റിശ്ശേരി സത്യൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവാർഡ് ദാനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പാമ്പുമേക്കാട്ട് മന നാഗരാജൻ നമ്പൂതിരി വൃക്ഷത്തൈ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ രാജലക്ഷ്മി റനീഷ്, KV ഷാജു, സജിൻ മേലിടത്ത്, PT രാജേഷ് കുമാർ, ഡേവിസ് ചുള്ളിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറി കൃഷി നഷ്ടമല്ല മറിച്ച് ലാഭമെന്ന് തെളിയിക്കുകയാണ് കാറളം വെള്ളാനി സ്വദേശി KS രാജൻ. ജൈവകൃഷിയിൽ വിവിധയിനം പച്ചക്കറികളാണ് ഇദ്ദേഹം 100 മേനി വിളയിക്കുന്നത്. കാർഷിക മേഖലയെ വർഷങ്ങളായി ആശ്രയിച്ച് കഴിയുന്നയാളാണ് രാജൻ. പ്രധാന ഉപജീവനം കാലിവളർത്തലായിരുന്നുവെങ്കിലും മേഖലയിലെ പ്രതിസന്ധികൾ മൂലം ഇദ്ദേഹം പച്ചക്കറി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. വെള്ളാനി പരിയപാടത്തെ പാട്ടത്തിനടുത്ത 1 ഏക്കർ ഭൂമിയിലാണ് ഇദ്ദേഹം ജൈവകൃഷി നടത്തുന്നത്. എല്ലാ സമയത്തും വിള ലഭിക്കുന്ന രീതിയിലാണ് വിളവ് ഇറക്കിയിട്ടുള്ളത്. പയർ, വെണ്ട, പടവലം, കൈപ്പയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, മുളക് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വിളകൾക്ക് ആവശ്യമായ വളം ഡ്രിപ്പായി നൽകുന്ന അതിനൂതനമായ കൃഷിരീതിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. ഇതുമൂലം അധ്വാനം പകുതിയിലധികം കുറയ്ക്കാനാകുമെന്നും ഈ കൃഷിരീതി മൂലം ഏത് കാലാവസ്ഥയിലും 100 മേനി വിളവ് ലഭിക്കുമെന്നും രാജൻ പറഞ്ഞു. ഞാൻ ലൈവായിട്ടാണ് ഇപ്പോൾ പൊട്ടിച്ചു കൊടുക്കും. ഇപ്പോൾ പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട്. ജൈവ ഇതിലാണ് നല്ല വലിയ ഇത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പാർട്ടികൾക്ക് ഈ വരുന്ന കസ്റ്റമേഴ്സിന് ഭയങ്കര വിശ്വാസമാണ്. ജോലിക്കാരും ഇല്ല, സ്വയമായിട്ട് ജോലി ചെയ്ത് സ്വയമായിട്ട് നമ്മൾ തന്നെ എല്ലാ പണികളും നമ്മൾ തന്നെ. ആവശ്യക്കാർക്ക് വെള്ളാനിയിലെ കൃഷിസ്ഥലത്തെത്തിയാൽ ആവശ്യമുള്ള പച്ചക്കറികൾ തോട്ടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ചു വാങ്ങാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. ഓണക്കാലം മുന്നിൽ കണ്ട് വിവിധയിനം ചെണ്ടുമല്ലി കൃഷിയും രാജൻ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളാനിയിൽ തന്നെ പാട്ടത്തിനെടുത്ത 40 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കർണാടകയിൽ നിന്നെത്തിച്ച 1000 ചെണ്ടുമല്ലി ചെടികളാണ് തോട്ടത്തിൽ കൃഷി നടത്തുന്നത്. TC വിനോസ്, ഇരിങ്ങാലക്കുട. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ പുതിയ ആംബുലൻസ് സേവനവും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CDCB, ക്ലബ് സെക്രട്ടറി TG അജോ, കൊടകര ഒയാസിസ് ക്ലബ് പ്രസിഡന്റ് KL ജോസ്, ഡോക്ടർ TG ഉണ്ണികൃഷ്ണൻ, ക്യാമ്പ് കോർഡിനേറ്റർ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയും ഊട്ടുതിരുനാളും ആഘോഷിച്ചു. തിരുനാൾ ജൂബിലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിൽജു വാഴപ്പള്ളി, ഫാദർ ബിജു ഇടയാളി തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച ഭക്ഷണ വിതരണം നടന്നു. വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ, കൈക്കാരന്മാരായ PV ജോൺസൺ, VV ജോൺസൺ, CJ ബിജു, ജനറൽ കൺവീനർ CJ ബിൻഡു തുടങ്ങിയവർ നേതൃത്വം നൽകി.
കാടിറങ്ങി കൃഷിനാശം വരുത്തി വാടാനപ്പള്ളി മേഖലയിൽ വിലസിയ കാട്ടുപന്നിയെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അധികൃതർ വെടിവെച്ചു കൊന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തും ഇടശ്ശേരിയിലും കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരുന്നു. കാട്ടുപന്നി പകൽ സമയത്തും പുറത്തിറങ്ങി നടക്കുന്നതിനാൽ സ്കൂൾ കുട്ടികളെ ആക്രമിക്കുമെന്ന ആശങ്കയിലായിരുന്നു രക്ഷിതാക്കൾ. കൃഷികൾ നശിപ്പിച്ചുള്ള കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തിറങ്ങി. ഇതോടെയാണ് കാട്ടുപന്നിയെ കൊല്ലുവാനുള്ള നടപടി ബന്ധപ്പെട്ടവർ എടുത്തത്. ആശാൻ റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ച് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കാട്ടുപന്നിയെ ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചുമൂടി. കണിമംഗലം കോൾ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ വാർഷിക പൊതുയോഗം ചേർന്നു. തൃശൂർ പുഞ്ച സ്പെഷ്യൽ ഓഫീസർ MK ഇന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പുഞ്ച ഡെപ്യൂട്ടി തഹസിൽദാർ ഷീല സ്റ്റീഫൻ, കൂർക്കഞ്ചേരി കൃഷി ഓഫീസർ ബൈജു ബേബി, കോൾ കർഷക സമിതി പ്രസിഡന്റ് KA പുരുഷോത്തമൻ, സെക്രട്ടറി K സുരേഷ്, ട്രഷറർ OT റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. റിട്ടയേർഡ് അധ്യാപിക PC തങ്കയുടെ മായാത്ത ഓർമ്മകൾ, ഒരുപിടി കവിതകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. അധ്യാപിക KS ബബിത, ആർട്ടിസ്റ്റ് മോഹനൻ എന്നിവർ ആലങ്കോട് ലീലാകൃഷ്ണൻ നിന്ന് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ താഹിർ ഇസ്മയിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പറയാൻ അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഞാൻ ഇല്ലാത്ത ഒരാളും ഭൂമിയിൽ ജനിക്കുന്നില്ല. മനുഷ്യൻ മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3663 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ മിന്നൽ ചുഴലി. ചാമക്കാലയിലും ഗുരുവായൂരിലും എളവള്ളി മണ്ണാൻപാറയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കൊല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിലെ വ്യാപാരികളോട് കോർപ്പറേഷൻ അധികൃതർക്ക് അവഗണനയെന്ന് പരാതി. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനിയൂർ ഒറ്റത്തങ്ങ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മേഖലയിൽ ഗതാഗത നിയന്ത്രണം. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു മറഞ്ഞു. ഉള്ളൂർക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.